എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഏഞ്ചൽസ് അവരാണെങ്കിൽ ഇപ്പൊ ഗോകു ആയിട്ട് ആ സിംബയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ആ റഡാർ റെഡിയാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഗോകുവിന്റെ ആവശ്യം. ഏഞ്ചൽ ആണെങ്കിൽ ഇപ്പൊ സിംബയെയും ആളുടെ വൈഫിനെയും ഗോകുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ആ ഒരു റഡാർ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയാണ്. ആൾ ആ റഡാർ അത് ഓപ്പൺ ചെയ്ത് നോക്കും. അതിന്റെ അഡ്വാൻസ്ഡ് ടെക്നിക്കൊക്കെ കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഗോകു പറയും, എന്റെ ഫ്രണ്ട് ബുൽമ അവളൊരു പെൺകുട്ടിയാണ്, അവളാണ് ഇത് ക്രിയേറ്റ് ചെയ്തത്. അവനെ കൊണ്ടാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. ഓ നോ, ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം അതൊരു പെൺകുട്ടിയെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് അവനത് മുഴുവനായിട്ട് നോക്കും. അതിനുശേഷം അത് റിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. നോക്കുവാണെങ്കിൽ ആ ഏഞ്ചലിനോട് ചോദിക്കും, ഇദ്ദേഹത്തെ കൊണ്ട് അത് റെഡിയാക്കാൻ കഴിയോ? അതിനെ ഏഞ്ചൽ തീർത്ത് പറയും, ഉറപ്പായാലും അദ്ദേഹത്തിന് അത് ചെയ്യാൻ വേണ്ടി കഴിയും, അതല്ല എങ്കിൽ അദ്ദേഹം അത് മേടിക്കില്ല. സിംബയാണെങ്കിൽ അതിന്റെ ഓരോരോ പാർട്സ് ആയിട്ട് അഴിച്ചു മാറ്റി അത് റെഡിയാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ ആ ഒരു ക്യാപ്റ്റൻ ബ്ലൂ അവനാണെങ്കിൽ സിംബയുടെ അടുത്തേക്കാണ് എയറോപ്ലെയിൻ അതെടുക്കാനായിട്ട് കടന്നു വരുന്നത്. എല്ലാ ഡ്രാഗൺ ബോളും കിട്ടിയെന്നുള്ള സന്തോഷത്തിൽ അവനങ്ങനെ ഹായ് ആയിട്ട് വരും. മറ്റൊരു ഭാഗത്ത് രണ്ട് ക്രീച്ചേഴ്സ്, ഒരു ജമ്പനും തുമ്പനും, അവർ രണ്ടുപേരും നിധിയാണെന്ന് കരുതി ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ പഴയ ചെരുപ്പുകള്, പാട്ടകള് അതെല്ലാം തട്ടിയും കൊട്ടിയും എടുത്ത് അവരുടെ കൊട്ടയിലാക്കുകയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റിലാണെങ്കിൽ ആ ഒരു സുന്ദരി പെണ്ണ് അവളുടെ ബോയ് ഫ്രണ്ടിനോട് പറയും, അത് സത്യമാണ്, സത്യത്തിൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ വിശ്വസിച്ചില്ല. ആ പയ്യന്റെ പേര് ഗോകു എന്നാണ്. അവൻ മേഘത്തിന്റെ മുകളിലാണ് സഞ്ചരിക്കുന്നത്. ഞാനും അതിന്റെ മുകളിൽ കയറാൻ ശ്രമിച്ചു, പക്ഷെ എന്നെ കൊണ്ടായില്ല. പറ്റുകയാണെങ്കിൽ അവൻ പോകുന്നതിന് മുൻപ് നിനക്ക് ഞാൻ അവനെ കാണിച്ചു തരാമെന്ന് പറയുന്ന അടുത്ത നിമിഷം ആ പോലീസ് ഓഫീസർ അവൻ അവിടേക്ക് കടന്നു വരും. ഒരുപാട് അടിയിടിയും പരിക്കുകളൊക്കെ പറ്റി അവൻ വന്ന് വീഴുകയാണ്. ആർമി സോൾജിയർ അവൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്, അവന്റെ പേര് ബ്ലൂ എന്നാണ്, അവനാണ് ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞ് അവൻ കരയും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാർ അവരാണെങ്കിൽ ഗോകുവിനോട് ആ ഡ്രാഗൺ ഗോൾസിനെ കുറിച്ചായിരിക്കും ചോദിക്കുക. ഗോകുവിനാണെങ്കിൽ അവൻ അറിയാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ അവർക്ക് പറഞ്ഞു കൊടുക്കും. ഗോകു ആണെങ്കിൽ അവരോട് പറയും, ഇത്തരത്തിൽ 7 ഡ്രാഗൺ ബോൾസ് ഉണ്ട്, അത് 7ഉം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഡ്രാഗൺ കിട്ടും. അതിനോട് ഇഷ്ടമുള്ള ഒരു വിഷ് അത് പറയുകയാണെങ്കിൽ നമുക്ക് സാധിച്ചു കിട്ടും. കേട്ടാ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഉടനെ ആ ലേഡി ആണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുവരും. ഗോകു അവൻ ആസ്വദിച്ച് കുക്കീസ് കഴിക്കുകയാണ്. ഇവിടെ സിംബയാണെങ്കിൽ അവൻ ഒരുപാട് നേരം ട്രൈ ചെയ്തിട്ടും ആ ഒരു ഡിവൈസ് അത് റെഡിയാക്കാനായിട്ട് കഴിയുന്നില്ല. ഓ നോ, ഞാൻ ഒത്തിരി നേരം ശ്രമിച്ചു, ഇത് റെഡിയാക്കാൻ കഴിയുന്നില്ല. റെഡിയാക്കാതെ തിരികെ കൊടുത്താൽ അതെനിക്ക് വലിയ അപമാനമാണെന്ന് പറഞ്ഞ് ആളങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോഴായിരിക്കും ആളുടെ ലിറ്റിൽ ഏഞ്ചൽ സൺ അവനത് റെഡിയാക്കുക. അവന്റെ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഇത് വളരെ വേഗം റെഡിയാക്കി അവന്റെ പപ്പ അത് റെഡിയാക്കി എന്ന് പറയും. ആൾക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അതിനുശേഷം സിംബയാണെങ്കിൽ ആ ഡിവൈസുമായിട്ട് ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരും. കട്ട് ചെയ്ത ഇവിടെ ആ ഒരു ബ്ലൂ നേവി ഓഫീസർ അവൻ ആ വീടിന്റെ അടുത്തെത്തി കഴിഞ്ഞു. അവൻ ദൂരേക്ക് നോക്കും. പ്ലെയിൻ ആ വീടിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവൻ ചുറ്റും നോക്കുമ്പോഴായിരിക്കും ആ പെൺകുട്ടിയെ കാണാം. അതിന്റെ തൊട്ടടുത്തായിട്ട് ഗോകു. അത് കാണേണ്ട താമസം അവനൊരു മൈനർ ഹാർട്ട് അറ്റാക്ക് തന്നെ വന്നു പോവാണ്. ഓ നോ, അവരെന്നെ കണ്ട വലിയ അപകടമാണെന്ന് പറഞ്ഞ് അവൻ മറഞ്ഞു നിൽക്കും. അതേസമയം ഇവിടെ ആ ലേഡി അവരാണെങ്കിൽ ഇപ്പൊ കുഞ്ഞുങ്ങളോട് ചോദിക്കും, ഡ്രാഗൺ ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വിഷാണ് ചോദിക്കുക? അതിനാ പെൺകുട്ടിയാണെങ്കിൽ ഒരുപാട് വിഷുകൾ പറയും. ഗോകു അവളെ കളിയാക്കും. ഒരു വിഷു മാത്രമേ ചോദിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവളെ തിരുത്തുകയാണ്. ഉടനെ സിംബയാണെങ്കിൽ ആ ഡിവൈസ് ഗോകുവിന്റെ കയ്യിൽ കൊടുക്കും. അത് പഴയതുപോലായ സന്തോഷത്തിൽ ഗോകു അത് ചെക്ക് ചെയ്യും. അപ്പോഴായിരിക്കും തൊട്ടടുത്ത് 3 ഡ്രാഗൺ ബോൾ ഉള്ളതായിട്ട് അവൻ തിരിച്ചറിയുക. ഓ നോ, 3 ഡ്രാഗൺ ബോൾ ഇവിടെ എവിടെയോ ഉണ്ട്, ഇത് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവൻ വീടിന്റെ പുറകിലേക്ക് വരും. അടുത്ത നിമിഷം ആ ഏഞ്ചൽ പെണ്ണാണെങ്കിൽ ചെറിയൊരു ഫ്രൂട്ട് എടുത്ത് കാണിക്കും. ഇതാണോ ഡ്രാഗൺ ബോൾ? അതിന് ഗോകു പറയും, അല്ല, അത് വലുതാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ പോലീസ് സ്റ്റേഷൻ കാണിക്കും. അവിടെ ഓഫീസേഴ്സ് എല്ലാവരും വമ്പൻ ആയുധങ്ങളും ഗണ്ണും ഒക്കെ എടുത്ത് ഇപ്പോ ആ നേവി സോൾജിയർ നേവി ക്യാപ്റ്റൻ ബ്ലൂവിനെ അവനെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും റെഡിയായി കഴിഞ്ഞു. ലേഡി പോലീസുകാരിയാണെങ്കിൽ അറഞ്ചം പുറഞ്ഞും വെടിവെച്ച് അവളുടെ ഗണ്ണ് അത് ചെക്ക് ചെയ്യാണ്. ഒരു കാരണവശാലും അവനെ വെറുതെ വിടാൻ പാടില്ല. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇവിടേക്ക് വന്ന ഇവിടെ പവർ എന്താണെന്ന് അവന് കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ഫുൾ എനർജിയിൽ തയ്യാറാവും. അതേസമയം ഇവിടെ ഗോകുവും ഏഞ്ചൽ പെണ്ണും അവർ രണ്ടുപേരും ആ ഡ്രാഗൺ ബോൾ ഇതിന്റെ സിഗ്നൽ റഡാറിൽ കിട്ടുന്ന അനുസരിച്ച് അങ്ങനെ നടന്നു വരും. അവരാണെങ്കിൽ ആ വീടിന്റെ ഡോർ തുറക്കും. അതേസമയം ആ നേവി ക്യാപ്റ്റൻ അവനാണെങ്കിൽ ഡോറിന് പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. അകത്തേക്ക് വരുന്ന അനുസരിച്ച് അവൻ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ പിന്നാലെ പോവും. അവൻ ബാത്റൂമിൽ മുകളിൽ കയറി നിൽക്കുകയാണ്. ഗോകു തുറന്നു നോക്കും. മാസ്റ്റർ റോഷിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്, അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് ചെയർ എന്ന് പറഞ്ഞ് ആ ഡോർ അടച്ച് അവൻ അടുത്ത സ്ഥലത്തേക്ക് പോകും. ആ ഗ്യാപ്പിൽ ക്യാപ്റ്റൻ ബ്ലൂ അവൻ പുറത്തേക്ക് പോകും. ഗോകു ആ റഡാറിന്റെ സഹായത്താൽ ഫോളോ ചെയ്ത് ഇപ്പൊ അവന്റെ പിന്നാലെ പോവും. ആണെങ്കിൽ കറങ്ങി തിരിഞ്ഞ് ഇപ്പൊ കിച്ചണിലേക്ക് എത്തും. എനിക്കതിന്റെ സിഗ്നൽ ഇവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് ആ വലിയ റെഫ്രിജറേറ്ററിന്റെ ഡോറ് അത് തുറക്കും. അതില് ആ ക്യാപ്റ്റൻ ബ്ലൂ ആദ്യം ഗോകുവിന് അത് പിടികിട്ടില്ല. അവൻ ഡോർ അടയ്ക്കും. അതിനുശേഷം വീണ്ടും തുറന്നു നോക്കും.
നോക്കും. അടുത്ത നിമിഷം ക്യാപ്റ്റൻ ബ്ലൂ അവൻ പുറത്തേക്ക് ചാടി വരികയാണ്. വീടിന് പുറത്താണെങ്കിൽ എല്ലാവരും ആകാംക്ഷയോട് കൂടെ ഗോകുവിനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ആ ഒരു ബ്ലൂ അവൻ ആ ഏഞ്ചൽ പെണ്ണിന്റെ കഴുത്തിൽ കത്തിവെച്ച് ഗോകുവിനെ ഭീഷണിപ്പെടുത്തി പുറത്തേക്ക് വരിക. ഗോകു ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് അവൾ വെറുതെ വിട്, എന്റെ മുത്തച്ഛന്റെ ഡ്രാഗൺ ബോൾ അതെനിക്ക് തിരികെത്ത, ഞാൻ കഷ്ടപ്പെട്ടാണ് ആ ഡ്രാഗൺ ബോൾസ് എല്ലാം കണ്ടെത്തിയത്. ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, ഇതാര് ചോദിച്ചാലും ഞാൻ തിരികെ തരില്ല, ഇതെനിക്കുള്ളതാണ്, ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വന്നാൽ ഇവളെ ഞാൻ കുത്തിക്കൊല്ലും. ചുറ്റുമുള്ള കുട്ടികളും സിംബയും അദ്ദേഹത്തിന്റെ വൈഫും അവരെല്ലാവരും പേടിച്ച് നിൽക്കും. ഇവിടെ ആ ഏഞ്ചൽ പെണ്ണാണെങ്കിൽ നൈസായിട്ട് ആ കത്തിയിലൊന്ന് ലിക്ക് ചെയ്യാണ്. ആ സമയം ഗോകു അവന്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഞൊട്ടിയിടയിൽ ആ ക്യാപ്റ്റൻ അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ ഗോകുയെ ഫ്രീസ് ചെയ്യാണ്. ഗോകു, നിനക്ക് എന്തു പറ്റി, എന്താ സംഭവിക്കുന്നതെന്ന് ചുറ്റുമുള്ളവർ വിളിച്ചു ചോദിക്കും. അതിന് ഗോകു പറയും, അവനവന്റെ പവർ ഉപയോഗിച്ച് എന്നെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്, എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്രാമത്തില് ഇപ്പോൾ ഒരു TV ഷോയിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡ് ആവും. അതേസമയം ഇവിടെ ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ നമ്മുടെ ഗോകുവിനെ ഫ്രീസ് ചെയ്തുകൊണ്ട് തന്നെ അവനെ കൊണ്ട് അനങ്ങാനായിട്ട് കഴിയില്ല. ആ ലേഡിയും സിംബയും അവർ രണ്ടുപേരും ആ നേവിക്കാരൻ ആരാണ് ചോദിക്കും. ഗോകു വിളിച്ചു പറയും, അവൻ ദുഷ്ടനായിട്ടുള്ള ഒരു നേവി ഓഫീസറാണ്, അവന്റെ പേര് ബ്ലൂ എന്നാണ്, അവൻ എന്റെ ഫ്രണ്ടല്ല മറിച്ച് എന്റെ ശത്രുവാണ്, അവനാണ് എന്റെ ഡ്രാഗൺ ബോൾസ് തട്ടിയെടുത്തത്. അത് പറയേണ്ട താമസം ആ കാര്യങ്ങളെല്ലാം കേട്ട് അവിടെയുള്ള ഒരു ഞെട്ടാണ്. ആ ബ്ലൂ ആണെങ്കിൽ ഇപ്പൊ ഗോകുവിന്റെ അടുത്തേക്ക് വരും, നീ വെറും വേസ്റ്റ് ആണ്, നീ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി, പക്ഷെ കുഴപ്പമില്ല, അവസാനം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ പിടിച്ചു എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള റഡാറിലേക്ക് നോക്കും. ഈ റഡാർ അതിനി മുതൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് അവനാണെങ്കിൽ ആ പ്ലെയിനിലേക്ക് നോക്കും. അതിനുശേഷം സിംബയോട് പറയും, നിങ്ങളുടെ ഈ പ്ലെയിൻ അതെടുക്കാനും ഡ്രാഗൺ ബോൾസ് അത് സേഫ് ആക്കി ഹെഡ് ക്വാർട്ടേഴ്സിൽ എത്തിക്കാനുമാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഞാനത് എടുക്കുകയാണെന്ന് പറയും. അതിന് സിംബയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എടുക്കാം, പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട സാധനം ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷെ ക്യാപ്റ്റൻ ബ്ലൂ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗും ആ റഡാറും എല്ലാം തന്നെ പ്ലെയിനിൽ വെക്കും. അതിനുശേഷം വീണ്ടും ടേൺ ചെയ്ത് ഗോകുവിന്റെ അടുത്തേക്ക് വരും. നിനക്ക് വളരെ കാര്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് തരാൻ ബാക്കി വെച്ചു, ഞാൻ അത് തരാനാണ് ഞാൻ വീണ്ടും ഇവിടേക്ക് വന്നതെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ഗോകുവിനെ ആഞ്ഞൊരു ഇട്ടി. ആ ഒരു ഇട്ടിയിൽ അവൻ തെറിച്ചുപോയി അടിച്ചു വീഴും. ഈ ഗിഫ്റ്റ് ഞാൻ നിനക്ക് തന്നിട്ടില്ല എങ്കിൽ എന്റെ ലൈഫ് വേസ്റ്റ് ആയി പോകും എന്ന് പോകുന്നതിന് മുൻപ് നിന്റെ കഥ എനിക്ക് കഴിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വലിയൊരു മരത്തിൽ അവന്റെ കൈ ഉപയോഗിച്ച് ആഞ്ഞൊരു വെട്ട്. അതില് ആ മരമാണെങ്കിൽ 2 പീസായി പോവും. അതിലൊരു വലിയ പീസ് എടുത്ത് ഇപ്പൊ ഗോകുവിന്റെ ദേഹത്തിട്ട് അവനെ കൊല്ലാനായി അവന്റെ തൊട്ടടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ കൂടി നെഞ്ചിടിപ്പോട് കൂടെ ഗോകുവിനെ തന്നെ നോക്കും. സിംബയാണെങ്കിൽ ആ ഏഞ്ചൽ പെണ്ണിനോട് പറയും, എല്ലാം കണ്ട് നോക്കി നിൽക്കുകയാണോ, എങ്ങനെയെങ്കിലും ഗോകുവിനെ രക്ഷിക്ക്. അവളത് കേൾക്കേണ്ട താമസം നല്ല ഫോഴ്സിൽ ഓടി വന്ന് ക്യാപ്റ്റൻ ബ്ലൂവിന്റെ ദേഹത്ത് ആഞ്ഞൊരു കിക്ക്. അവനാണെങ്കിൽ തെറിച്ചുപോയി അങ്ങനെ ഫ്ലൈ ചെയ്ത് ഒരു ഭാഗത്തേക്ക് വീഴുകയാണ്. ഏഞ്ചൽ പെണ്ണാണെങ്കിൽ വിടില്ല, അവന്റെ പിന്നാലെ പോവും. ഇവിടെ ഗോകു ആണെങ്കിൽ ആശ്ചര്യത്തോടു കൂടെ അവരെ തന്നെ നോക്കും. ഏഞ്ചൽ പെണ്ണിനാണെങ്കിൽ കലി അടങ്ങാതെ വീണ്ടും അവനെ ആഞ്ഞു കിക്ക് ചെയ്യും. അവനാണെങ്കിൽ ആ ഒരു കിക്കില് ദൂരേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. സിംബയ്ക്കാണെങ്കിൽ അത് കണ്ട് ഒരുപാട് സന്തോഷം. അവന് പോവാൻ ഫ്ലൈറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആള് ഹായ് ആയിട്ട് നിൽക്കും. ആ കുഞ്ഞു പയ്യനാണെങ്കിൽ ഫ്ലൈ ചെയ്ത് ഗോകുവിന്റെ തൊട്ടടുത്തേക്ക് വന്ന് അവന്റെ പവർ ഉപയോഗിക്കും. അടുത്ത നിമിഷം അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ബന്ധനം അത് വിട്ട് ഇപ്പൊ ഗോകു ആണെങ്കിൽ ബാക്ക് ടു നോർമൽ ആവും. വാവ്, ഞാൻ ഫ്രീ ആയെന്ന് പറഞ്ഞ് അവൻ തുള്ളിച്ചാടുകയാണ്. കട്ട് ചെയ്ത ദൂരത്തായിട്ട് ആ ജമ്പനും തുമ്പനും അവർ രണ്ടുപേരും അവിടുന്ന് കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം തന്നെ അവരുടെ പേടകത്തിൽ കയറ്റുകയാണ്. അപ്പോഴായിരിക്കും ദൂരത്ത് നിന്ന് പോലീസ് വരുന്നത്. ദൂരത്തെ ശ്രദ്ധിക്കുക. അവനാണെങ്കിൽ ഓടി വന്ന് രണ്ടാമനോട്, പോലീസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, എത്രയും വേഗം പോകണമെന്ന് പറയും. ഉടനെ അവർ കളക്ട് ചെയ്ത സാധനങ്ങളെല്ലാം പേടകത്തിലേക്ക് കയറ്റി അവർ ഫ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങും. പോലീസ് ആണെങ്കിൽ മുകളിലേക്ക് നോക്കും. ഓ നോ, അവർ രക്ഷപ്പെട്ടു പോയെന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം ജമ്പനും തുമ്പനും ആണെങ്കിൽ ആ പോലീസുകാരെ എയിം ചെയ്ത് വലിയൊരു അറ്റാക്ക്. പോലീസുകാരാണെങ്കിൽ നാനാ ഭാഗത്തേക്ക് ഓടും. ആ റോക്കറ്റ് വന്ന് വീണ് ആ പോലീസ് വാഹനങ്ങൾ തകർന്ന് തരിപ്പണാവുകയാണ്. അതിൽ കൺട്രോൾ പോയ പോലീസുകാരാണെങ്കിൽ ആ പേടകത്തിനെ അറഞ്ചം പുറഞ്ഞ് ഷൂട്ട് ചെയ്യും. അതിനുശേഷം വലിയൊരു മിസൈൽ അതിന് നേർക്ക് അയക്കും. മിസൈൽ വന്ന് പതിച്ച് ഇപ്പൊ ആ പേടകം മുഴുവനായിട്ട് തകർന്ന് നദിയിലേക്ക് പതിക്കുകയാണ്. പക്ഷേ ജമ്പനും തുമ്പനും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്ത ഇവിടെ ഗോകു അവൻ ബാക്ക് ടു നോർമലായി. ഏഞ്ചൽ പെണ്ണാണെങ്കിൽ തിരികെ വരും. ഗോകു അവളോട് പറയും, നീ അവനെ ഫ്ലൈ ചെയ്യിപ്പിച്ച് വിട്ടുവല്ലേ, അവൻ എവിടേക്ക് പോയി? അതിനവൾ പറയും, എനിക്കറിയില്ല, അവൻ പറന്നു പോയി. അവളുടെ കൈ പിടിച്ച് പറയും, താങ്ക് യു വെരി മച്ച്, സത്യത്തിൽ നിന്റെ ഇത്രയും പവറുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവളാണെങ്കിൽ ചിരിച്ച് ആ ലിറ്റിൽ പ്രിൻസസുകളെ കാണിച്ചു കൊടുക്കും. ഇവർക്ക് രണ്ടുപേർക്കും എന്നെ കഴിഞ്ഞും പവറാണെന്ന് പറയും. അത് കേട്ട് അവറ്റകളാണെങ്കിൽ വലിയ മരത്തടി അത് കത്തി എരിയിക്കുകയാണ്. ഗോകുവിനാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ ആ പ്ലെയിനിലേക്ക് ഓടിയെടുക്കും. അതിനുശേഷം ആ ഒരു ഡ്രാഗൺ ബോൾസ് അടങ്ങിയ ബാഗ് അത് പുറത്തെടുക്കുകയാണ്. ഈ ഡ്രാഗൺ ബോൾസ് അതെനിക്ക് തിരികെ കിട്ടി. എന്റെ റഡാർ അത് ഇതിൽ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അല്പസമയം ചിന്തിക്കും. ഓ നോ, എന്റെ റഡാർ അത് അവന്റെ പോക്കറ്റിലാണ്, അതില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാനായിട്ട് കഴിയില്ല എന്ന് പറയും. ഉടനെ ആ വാവയാണെങ്കിൽ ഇപ്പൊ ഗോകുയെ ആശ്വസിപ്പിക്കുകയാണ്. നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ആ ഡിവൈസിനുള്ളിലെ കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടതാണ്.
കൊണ്ട് അതുപോലെ മറ്റൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അത് കേട്ട് ഗോകുവിന് ഭയങ്കര സന്തോഷം. ആ വാവയാണെങ്കിൽ ഇപ്പൊ സിംബയോട് പ്ലെയിനിന്റെ കുറച്ച് പാർട്സ് ഞാൻ എടുത്തോട്ടെ ചോദിക്കും. സിംബ അതിന് ഓക്കെ പറയും. അടുത്ത നിമിഷം അവൻ അതിന്റെ പാർട്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മിനിറ്റുകൾ കൊണ്ട് പുതിയൊരു ഡിവൈസ് ക്രിയേറ്റ് ചെയ്യാണ്. ഗോകു ചെക്ക് ചെയ്യും, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്, നമുക്ക് തീർച്ചയായിട്ടും ഇനി കണ്ടുമുട്ടാന്ന് പറഞ്ഞ് അവൻ അവന്റെ ക്ലൗഡിൽ കയറി പറന്നങ്ങനെ പോകും. ഇതാ ഇവിടെ ഒരു ബൂത്തിൽ അബ്ലു, അവനാണെങ്കിൽ ജനറലിനെ കോൺടാക്ട് ചെയ്ത് ഡ്രാഗൺ ബോൾസ് നഷ്ടപ്പെട്ട കാര്യം അദ്ദേഹത്തോട് പറയും. പക്ഷേ ആ ഒരു ഡിവൈസ് അതെന്റെ കയ്യിലുണ്ട്, അതുപയോഗിച്ച് തീർച്ചയായിട്ടും അത് വീണ്ടെടുക്കാനായിട്ട് കഴിയും. അതിനു മുൻപ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം, ഞാൻ എവിടെയോ പെട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു സ്ഥലം അങ്ങനെ കാണിക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.